സെക്രട്ടേറിയറ്റിൽ ആഭ്യന്തര വകുപ്പിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഈ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുക. നമുക്ക് ഓർമ്മയുണ്ട് ജലക്ഷ്മി, പെഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് എത്രയധികം മലയാളികളാണ് വിനോദസഞ്ചാരത്തിന് വേണ്ടി ശ്രീനഗറിലേക്കും പെഹൽഗാമിലേക്ക് അടക്കം ബൈസൺ വാലിയിലേക്ക് വരെ പോയ മലയാളികൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ പല ഭാഗങ്ങളിൽ നേരത്തെ നമ്മൾ രാവിലെ ധന്യയോട് സംസാരിച്ചു. ധന്യ ജലന്ധറിലാണുള്ളത്. അങ്ങനെ നിരവധി മലയാളികൾ പല ഭാഗങ്ങളിൽ ഈ ആക്രമണ ഭീഷണിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഇപ്പോൾ കൺട്രോൾ റൂം തുറക്കുകയാണ്. AK സ്റ്റെഫിനാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. സ്റ്റെഫിൻ, പറയൂ, എങ്ങനെയാണ് ഈ കൺട്രോൾ റൂമിലെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ ഏകോപിപ്പിക്കും? അരിയ 2 നമ്പറുകൾ കൺട്രോൾ റൂമിൽ നിന്ന് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ കഴിയും. ആ കൺട്രോൾ റൂമിലേക്ക് ഏതെങ്കിലും തരത്തിൽ മലയാളികൾക്ക് ജമ്മുവിൽ നിന്നോ ശ്രീനഗറിൽ നിന്നോ മറ്റ് ആവശ്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഓരോ നിമിഷവും അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തും. അതിനുശേഷം അവർ നൽകുന്ന വിവരം രഹസ്യാത്മകമായി തന്നെ കേന്ദ്ര സർക്കാരിനും ഒപ്പം തന്നെ സൈന്യത്തിനും കൈമാറുന്ന തരത്തിലേക്കാണ് കൺട്രോൾ റൂമിൻ്റെ പ്രവർത്തനം. ഇന്ന് രാവിലെ ചീഫ് സെക്രട്ടറി അവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. ഓരോ മണിക്കൂറിലും എന്താണ് കൺട്രോൾ റൂമിൽ സംഭവിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ ഒരു അപ്ഡേറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം നൽകും. അതിനെ തുടർന്ന് സൈന്യത്തിനും നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായും ഏതെങ്കിലും തരത്തിലുള്ള മലയാളികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ജമ്മുവിലടക്കം നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ മലയാളികൾ അവിടെ ഉണ്ട്. അവരെല്ലാം തന്നെ കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ളൊരു സഹായം അവർക്ക് ആവശ്യമുണ്ട് എങ്കിൽ ബന്ധപ്പെടാൻ വേണ്ടിയാണ് 2 നമ്പറുകൾ നൽകിയിരിക്കുന്നത്. നമ്മൾ അല്പം മുമ്പ് അവിടെ വിളിച്ച് ബന്ധപ്പെട്ടിരുന്നു. മലയാളി വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ അവിടേക്ക് വിളിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ സുരക്ഷിതരാണ് എന്നുള്ള കാര്യം ആണ് കൺട്രോൾ റൂമിൽ അറിയിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ളൊരു സഹായം ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറയുന്നത്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളോട് ഈ കൺട്രോൾ റൂമിൽ നിന്ന് നൽകുന്ന ഒരു നിർദ്ദേശം, ഇപ്പോൾ ഏതായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധിയാണ്. അവരെല്ലാം ഉള്ളത് ഹോസ്റ്റലിലും അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലുമാണ്. അവിടെ സുരക്ഷിതരായി ഇരിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് അറിയിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിലടക്കം യാതൊരു തരത്തിലും അവരുടെ ലൊക്കേഷൻ, അവർ ഇരിക്കുന്ന സ്ഥലം വെളിവാക്കുന്ന വിവരങ്ങൾ ഇടരുത് എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കൃത്യമായ നിർദ്ദേശങ്ങളാണ് കൺട്രോൾ റൂമിൽ നിന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏതായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് വിളിക്കുന്ന ആർക്കും തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അവരെല്ലാം തന്നെ സുരക്ഷിതരാണ് എന്നൊരു വാർത്ത തന്നെയാണ് കൺട്രോൾ റൂമിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായും കരുതലോടെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. കേരളത്തിലും കൺട്രോൾ റൂമുകൾ തുറന്നിരിക്കുകയാണ്. മലയാളികളായിട്ടുള്ള ആളുകൾക്ക് ഇവിടേക്ക് വിളിച്ച് അവിടുത്തെ അവസ്ഥ പറയാവുന്നതാണ്.